സൗഖ്യം നൽകിടൂ. പാപികൾക്കു രക്ഷയേകിടൂ. രോഗികൾക്കു സൗഖ്യം നൽകിടൂ. ക്രിസ്തുവിന്റെ പിന്നെ പോകണം. Cover their face, with 2 wings they cover their feet, with 2 wings they fly and say one to another, holy, holy, holy. സ്വർഗത്തിൽ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ ദൃശ്യം നാം മനസ്സിലാക്കുന്നത് 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പറന്ന് സൈന്യം കൊണ്ട് യഹോവ പരിശുദ്ധൻ 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 എന്നവർ ആരാധിക്കുന്നു. They are holy angels. അവർ വിശുദ്ധ ദൂതന്മാരാണ്. Though they are holy angels, they are not bold enough to face God, therefore they cover their face with their wings. വിശുദ്ധ ദൂതന്മാരാണെങ്കിൽ തന്നെയും ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ അവർക്ക് നിൽക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവർ തങ്ങളുടെ മുഖങ്ങൾ ചിറകുകൊണ്ട് മറച്ച് ദൈവത്തെ ആരാധിക്കുന്നു. They are not standing and worshipping, but they are just flying and worshipping. അവർ നിന്ന് ആരാധിക്കുകയല്ല, അവർ പറന്നുകൊണ്ട് ആരാധിക്കുകയാണ്. Not flying around him, ദൈവത്തിന് ചുറ്റിനും പറന്ന് നിൽക്കുന്ന ആരാധിക്കുകയല്ല, but with their wings they just fly and keep worshipping God. അവർ സ്ഥാനചലനം കൂടാതെ പറന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവസന്നിധിയിൽ. And then we find the glory of the Lord fill the temple of God. ശേഷമായി നാം കാണുന്നത് ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആലയം നിറഞ്ഞു എന്നതത്രേ. In the temple of God there is no place for human being, it's all for the glory of God. ദേവാലയത്തിൽ മനുഷ്യർക്കാർക്കും ഇടമില്ല, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കാൻ മാത്രമുള്ള ഇടമാണത്. We read about the tabernacle made by Moses. മോശയാൽ നിർമ്മിതമായിരിക്കുന്ന കൂടാരത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. When the glory of the Lord came down in the tabernacle, Moses also could not find a place inside. ദൈവത്തിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞപ്പോൾ ശുശ്രൂഷ ചെയ്യുവാൻ മോശയ്ക്ക് പോലും അവിടെ ഇടമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. Moses was with God on the mountain 2 times. മോശ ദൈവത്തോടൊരുമിച്ച് പർവ്വതത്തിൽ 2 പ്രാവശ്യമായിരുന്നിട്ടുണ്ട്. His face was also shining with the glory of God. ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്ന സമയത്ത് മോശയുടെ മുഖം പ്രകാശിച്ചു എന്ന് വായിക്കുന്നു. So such an experience Moses also could not find a place. അങ്ങനെയുള്ളതായ അനുഭവമുള്ള മോശയ്ക്ക് പോലും ദേവാലയത്തിൽ ദൈവിക മഹത്വം ഇറങ്ങിയപ്പോൾ നിൽക്കുവാൻ കഴിഞ്ഞില്ല, ഒരിടം ലഭിച്ചില്ല. We read where 2 or 3 gather together, there our Lord is in the midst of us. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് അവന്റെ സാന്നിധ്യമുണ്ട് എന്ന്. I believe we have come in his name. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു നാം അവന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുകയാണ്. So before we start worshiping, it is necessary for us to ask the Lord to make us worthy to worship him. ആകയാൽ ഇന്ന് രാത്രിയിൽ നാം ആരാധിക്കുന്ന മുമ്പേ നാം ദൈവത്തോട് യാചിക്കേണ്ട വിഷയം, കർത്താവേ, യോഗ്യമായ നിലയിൽ അങ്ങേ ആരാധിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ, യോഗ്യനാക്കണമേ എന്നാണ്. We worship the Lord in the beauty of holiness. നാം വായിക്കുന്നു, വിശുദ്ധിയുടെ വസ്ത്ര അലങ്കാരം ധരിച്ചുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണമെന്ന്. First we will trust in the blood of Jesus Christ. ഒന്നാമത് നാം യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കും. Why we trust in the blood of Jesus Christ? എന്തുകൊണ്ടാണ് യേശുവിന്റെ രക്തത്തിൽ നാം ആശ്രയിക്കുന്നത്? Satan is trying very hard to interrupt true worship. യഥാർത്ഥ ആരാധനയെ തടസ്സപ്പെടുത്തുവാൻ പിശാച് അവന്റെ എല്ലാവിധമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. Last night I saw when we were all singing, many of you are not free to worship God. കഴിഞ്ഞ രാത്രിയിൽ ആരാധനയിലും പാട്ടിലുമൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. നമ്മളിൽ അനേവധി ആൾക്കാർ വേണ്ട വിധത്തിൽ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യം.
When I looked at your condition, I felt very bad. നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ ഭാരം തോന്നി. Many people were not free to sing and many people were not free to worship God. അനേകരും പാടുവാൻ വേണ്ട വിധത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തവരായി, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്തവരായി കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത് കണ്ടു. You have an experience which you got in the recent days to enjoy the singing of the artist. കലാകാരന്മാരുടെ ഗാനങ്ങൾ ശ്രദ്ധിക്കുകയും ആ രീതിയിൽ ആരാധിച്ച് ഉള്ളൊരു പരിചയം നമുക്ക് ഈ കാലഘട്ടത്തിൽ ലഭിച്ചിരിക്കുകയാണ്. I think this method has come recently. എന്റെ ചിന്തയിൽ ആ രീതി വന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. Our form of worship has already changed. നമ്മുടെ ആരാധനയുടെ രീതി തന്നെ സമൂലമായി മാറ്റപ്പെട്ടിരിക്കുന്നെന്ന് പറയണം. If you come to northern India, you will not find chairs for the people to sit down. നിങ്ങൾ ഉത്തരേന്ത്യയിൽ വന്നാൽ ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾക്ക് ഇരിക്കുവാൻ ഇവിടെ കസേരകൾ നിങ്ങൾ കാണുകയില്ല. I'm talking about our fellowship. ഞങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Whether highly educated people or anyone come, they will sit quietly on the floor and worship God. വിദ്യാഭ്യാസം ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ ആരാധനയ്ക്ക് വേണ്ടിയാണോ വരുന്നത്, അവർ നിശ്ചയമായും നിലത്ത് ഇരുന്ന് ആരാധിക്കണം. If you go to a Muslim worshiping place, you will not find a chair there. ഇസ്ലാമിക ആരാധനാ സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ അവിടെ ആരാധനക്കാർക്ക് ഇരിപ്പാൻ വേണ്ടി ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കത്തില്ല, കസേരകൾ ഉണ്ടായിരിക്കത്തില്ല. Not even one chair. ഒരു കസേര പോലും കാണില്ല. You can go and check there. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പോയി പരിശോധിച്ച് നോക്കാം. If you go to a Sikh temple, you will not find a place, a chair there. ഒരു സിഖ് ആരാധനാ കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ഇരിക്കുവാനുള്ള ഒരു കസേര കാണത്തില്ല. If you go to Hindu big Samaj satsang, you will not find any chair there. മറ്റേ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ മറ്റു ചെന്നാൽ അവിടെ ഇരിപ്പിടം ഇങ്ങനെ കസേരകൾ ഉണ്ടായിരിക്കുകയില്ല. Even the Prime Minister also will come and sit down on the floor. പ്രധാനമന്ത്രി ആരാധനയ്ക്ക് വന്നാൽ അദ്ദേഹം പോലും നിലത്ത് ഇരുന്ന് ആരാധിക്കണം. Even the President Abdul Kalam also, I saw him sitting on the floor and worshiping. പ്രസിഡന്റ് അബ്ദുൽ കലാം പോലും നിലത്തിരുന്ന് ആരാധിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. Recently we got this modern system of worshiping sitting in the chair. ഈ അടുത്ത കാലഘട്ടത്തിലാണ് നമുക്ക് ഈ ആധുനിക രീതിയിലുള്ളതായ ആരാധനകളെല്ലാം ലഭിച്ചിരിക്കുന്നത്. In the temple of Israel, even for the high priest, not a chair to sit down. ഇസ്രായേല്യരുടെ വിശുദ്ധ ആരാധനയിൽ മഹാപുരോഹിതന് പോലും ഇരിക്കുവാൻ അവിടെ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. But you take the comfort of this chair, there's no problem. മറിച്ച് പറയട്ടെ, നിങ്ങൾ വളരെ സന്തോഷത്തിൽ നല്ല സ്വൈര്യതയോടെ ഈ കസേരയിൽ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. But at least honor our God. എന്നാൽ ഏറ്റവും കുറഞ്ഞത് ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തെ നാം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. Praise the Lord. Honor our God who delivered us from the custody of Satan. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ദൈവത്തെ എല്ലാ നിലയിലും ബഹുമാനിക്കണം ദൈവത്തിന്റെ ജനം. He died for our sins, washed us with his blood and delivered us. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മെ കഴുകി വീണ്ടെടുത്ത് അവനുള്ളവരാക്കി തീർത്തു. How much he has done for us. അവൻ നമുക്ക് വേണ്ടി എത്രത്തോളമാണ് പ്രവർത്തിച്ചത് പ്രിയമുള്ളവരെ. He did not die on the cross for angels. ദൂതന്മാർക്ക് വേണ്ടി അല്ല അവൻ മരണം ആസ്വദിച്ചത്. He died for you and for me. അവൻ നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ് കാൽവറിയിൽ മരിച്ചത്. He did not express his love to the angels. ദൂതന്മാരോടല്ല അവൻ തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. Even then they worship with honor. എന്നിട്ടും അവർ അവനെ ബഹുമാനത്തോടെ ആരാധിക്കുന്നുണ്ട്. But we who are washed by his blood are careless of worshiping in him. എന്നാൽ
അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെന്ന് അകം സംസാരിക്കുന്ന ഞാനും നിങ്ങളും പലപ്പോഴും ആരാധനയിൽ ഘനശാലികളല്ലാതെ ശ്രദ്ധയില്ലാത്തവരായിരിക്കാറുണ്ട്. Now our conventions have become an entertainment place of choirs. ഗായകരുടെ ഒരു ആനന്ദ നൃത്തത്തിന്റെ ഇടമായി പലപ്പോഴും നമ്മുടെ ആരാധന കൺവെൻഷനുകൾ തീർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. Because in the advertisement also I see music feast. In the advertisement itself, music feast is there. പലപ്പോഴും നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ വായിക്കാറുണ്ട് സംഗീത സായാഹ്നം, സംഗീത സദ്യ, സംഗീത വിരുന്ന്, സദ്യ എന്നൊക്കെ. How far away we have gone from the true word of God. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എത്രത്തോളം നാം പോയി കഴിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ. We have copied many things from drama and cinema. സിനിമയിൽ നിന്നും ഡ്രാമയിൽ നിന്നും ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പകർത്തിയെടുത്തു കഴിഞ്ഞിരിക്കുക. It has, the time of God has come to throw away all these things. ഇവകളെല്ലാം വലിച്ചെറിയാനുള്ള ഒരു സമയം അടുത്ത് വന്നിരിക്കുന്നു. അത് ഈ സമയം തന്നെയാണ്. I am not asking God to bring a big crowd here. ഇവിടെ ഒരു വലിയ ജനാവലിയെ കൂട്ടിവരുത്തണമെന്ന് ഞാൻ ദൈവത്തോട് യാചിക്കുന്നില്ല. I pray always, Lord, bring a few people who are really thirsty to worship you, who are really thirsty to be revived. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവേ, ആത്മീയ താല്പര്യമുള്ള, ഉണരാൻ ആഗ്രഹമുള്ള, ആത്മീയ ദാഹമുള്ള വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേ ഉള്ളെങ്കിലും അവരെ നീ കൊണ്ടുവരണമേ എന്നാണ് എൻ്റെ ആ പ്രാർത്ഥനകൾ. I have come here with a great purpose God has put in my heart. ദൈവം എൻ്റെ അകത്ത് തന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. The fire of the Holy Ghost should flow like a river from our midst. നമ്മുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ അഗ്നി ഒരു നദി കണക്കെ ഒഴുകി ഇറങ്ങുവാൻ ഉള്ള ആഗ്രഹത്തിലാണ് വന്നത്. The river of God should flow like a river of fire. ദൈവത്തിന്റെ ആത്മാവിന്റെ നദി ഒരു അഗ്നി പ്രളയമായി ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യത്തിൽ കൂടി ഒഴുകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. When the river of God start flowing like a river of fire, then immediately sinners will start repenting of their sins. ദൈവത്തിന്റെ ആത്മാവിന്റെ നദി ആ നിലയിൽ അഗ്നി നദി പോലെ ഒഴുകിയാൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തെക്കുറിച്ച് പശ്ചാത്താപമുണ്ടായി കൈപ്പോടെ കരയും. And all believers whose outer man is strong will also be burned by the fire of the Holy Ghost. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുന്ന ദൈവമക്കളുടെ ജീവിതത്തിലെ പുറമേ ഉള്ള മനുഷ്യന്റെ പ്രാപ്തിയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നവർ അത് ഉരുകി ലയിച്ച് ദൈവത്തിലേക്ക് ചേരുന്ന ആത്മീയ മനുഷ്യൻ വെളിപ്പെട്ടു വരുന്ന സാഹചര്യം ഉണ്ടാകും. John the Baptist said, a person is coming after me, he will baptize you with Holy Ghost and fire. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്റെ പിമ്പെ വരുന്നവൻ നിങ്ങളെ ആത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കുമെന്ന്. We have the baptism of the Holy Ghost, we speak in tongue. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് സ്നാനം ലഭിച്ചവരാണ് നാം, അന്യഭാഷകളിൽ സംസാരിക്കും. But how many of you have the baptism of the fire of the Holy Ghost? നിങ്ങളിൽ എത്ര പേർക്ക് ആത്മാവിനാൽ ലഭിക്കപ്പെടുന്ന അഗ്നിസ്നാനം ലഭിച്ചിട്ടുണ്ട്? When on the day of Pentecost, when 120 people were worshipping, the fiery tongues of cloven fiery tongues came and sat upon each one of them. പെന്തിക്കോസ്ത് നാളിൽ കൂടിയിരുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യത്തിൽ അഗ്നി നാവുകൾ പിളർന്ന നിലയിൽ പ്രത്യക്ഷമായി എന്ന് വായിക്കുന്നുണ്ട്. It sat upon each and every one of them. അത് അവരെ ഓരോരുത്തരുടെ മേലും നിറച്ചു. The present world, we need people filled with the Holy Ghost and fire. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിറയപ്പെട്ടതായ ദൈവത്തിന്റെ ജനത്തെയാണ്. So we are going to worship God and wait in His presence so that we may get that fire of the Holy Ghost. ആകയാൽ നാം ഒരുമിച്ച് ആരാധിച്ച്
ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നു, ദൈവത്തിന്റെ പ്രതീക്ഷയോടെ നിൽക്കുന്നു ആ അഗ്നിയുടെ അനുഭവം നമ്മിലേക്ക് ഇറങ്ങി വരാൻ. First, we will claim victory through the blood of Jesus Christ. ഒന്നാമത് യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം നാം വിജയം അവകാശപ്പെടും. Then we'll start asking God, God, cleanse me and make me to worship you. രണ്ടാമത് നാം ദൈവത്തോട് യാചിക്കും, കർത്താവേ യേശുവിന്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധി ചെയ്യണമേ, ആരാധനയ്ക്കായി എന്നെ ഒരുക്കണമേ എന്ന്. I'm not going to encourage you to worship. ഞാൻ നിങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ ഉത്സാഹിപ്പിക്കുന്ന പദ്ധതികളൊന്നുമില്ല. Those things are in the political parties. അത് രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള ഒരു തന്ത്രമാണ്. See, when the leader is seated in the stage, he will say, people will tell, shout Ki Jai, all of you from your heart, shout Ki Jai. Then when the political man, the leader on the stage, when he hear the voice of all the people, he is happy. രാഷ്ട്രീയ നേതാവ് വന്ന് കസേരയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴോ ജനങ്ങൾ കേട്ട് കീ ജയ് വിളിക്കുന്ന ആ രീതി, അത് കേൾക്കുമ്പോൾ കേൾവിക്കാരനായ ഈ നേതാവിന്റെ അകത്ത് പിടഞ്ഞൊരു വികസനം, ഉത്സാഹമുള്ളവായി വരും. When they are all shouting loudly, he is happy. അവരെല്ലാവരും അത്യുച്ചത്തിൽ പുകഴ്ത്തുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ നേതാവിന് ഭയങ്കര സന്തോഷമാണ്. We do not know what that artificial shouting. അങ്ങനെയുള്ള യാന്ത്രികമായിരിക്കുന്ന ഒരു ശബ്ദം ഇന്ന് രാത്രി നമുക്ക് ആവശ്യമില്ല. We are going to stand up and worship God. നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ആരംഭിക്കുക. If you are happy to worship, you worship Him. നിനക്ക് ആരാധിക്കണമെന്ന് താല്പര്യവും സന്തോഷവും ഉണ്ടെങ്കിൽ ആരാധിക്കാം. If you don't feel like standing, you sit down there. എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന കസേരയിൽ തന്നെ ഇരിക്കാം. And if you don't feel like opening your mouth, don't open your mouth. നിങ്ങളുടെ വായി തുറക്കാനുള്ള താല്പര്യം വരുന്നില്ലെങ്കിൽ നിങ്ങൾ വായി തുറക്കണ്ട. But those who got a longing in their heart to worship the King of Kings and the Lord of Lords, they can worship. രാജാതി രാജാവും കർത്താവുമായവനെ ആരാധിപ്പാൻ അകത്ത് പ്രേരണയുള്ള ദൈവമക്കൾക്ക് നിശ്ചയമായും അവർക്ക് ആരാധിക്കാം. I am not here to encourage you to worship. ഞാൻ നിങ്ങളെ ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ഒന്നുമില്ല. I am just going to worship my God. ഞാനും എന്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടായിരിക്കും. I'll be just worshiping. ഞാനും ആരാധിച്ചുകൊണ്ടേയിരിക്കും. And at that time, if you like to join me to worship, you are welcome. എന്നോട് ഒരുമിച്ച് നിങ്ങൾക്കും ആരാധിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചേരാം. So the first thing we'll be asking victory through the blood of Jesus. ആകയാൽ ഒന്നാമത് യേശു കർത്താവിന്റെ രക്തം കൊണ്ടുള്ള ശുദ്ധിയും വിജയവും നമ്മൾ ദൈവത്തോട് യാചിക്കുക. And then the second time, cleanse and make us worthy to worship you. രണ്ടാമത് യേശു കർത്താവിന്റെ രക്തം മുഖാന്തരമായി ശുദ്ധി ചെയ്ത് ആരാധനയ്ക്കായി എന്നെ ഒരുക്കണമെന്നുള്ള ദൈവത്തോട് പ്രാർത്ഥനയാണ്. And then worship in the Spirit. അതിനുശേഷമായി മൂന്നാമത് നാം ദൈവത്തെ ആരാധിക്കുക. We will not use any electronic equipments. യാതൊരുവിധമായ ഉപകരണങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. We'll be just worship in the Spirit. ആത്മാവിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു. And don't look at your watch. വാച്ചിലേക്ക് ആരും നോക്കരുത്. I do not know when I'll start preaching. ഞാൻ പ്രസംഗം എപ്പോൾ ആരംഭിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. When the Holy Spirit tells me to preach, then only I'll preach. പരിശുദ്ധാത്മാവ് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രസംഗം ആരംഭിക്കും. Praise the Lord. Otherwise we'll be just worshiping God. അല്ലെങ്കിൽ നാം ആരാധനയിൽ തന്നെ മുന്നോട്ട് തുടരും. So those who are interested to worship the Lord, please stand up. അങ്ങനെ ആരാധിക്കുവാൻ താല്പര്യമുള്ള പ്രിയമുള്ളവർക്കൊക്കെ എഴുന്നേൽക്കാം. Close your eyes. കണ്ണുകളെ അടയ്ക്കണം. Claim victory through the blood of Jesus. യേശുവിന്റെ രക്തം മുഖാന്തരം ഒരു വിജയം അവകാശപ്പെടാം. Victory in the blood of Jesus. യേശുവിന്റെ രക്തം മുഖാന്തരമുള്ള വിജയം. Victory in the blood of Jesus. യേശുവിന്റെ രക്തത്താൽ ജയം. Hallelujah. Victory in the blood of Jesus. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. Victory in the blood of Jesus. യേശുവിന്റെ രക്തത്താൽ ജയം. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാം. If you feel like clapping hands, you can clap your hands. കരങ്ങൾ അടിക്കുവാൻ നിങ്ങൾക്ക് പ്രേരണയുണ്ടാകുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. If you feel like singing in the Spirit, you can sing in the Spirit. ആത്മാവിൽ ഗാനങ്ങൾ പാടുവാൻ പ്രേരണയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. You are free to worship the Lord. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ആരാധിക്കാം.
Hallelujah. Ora baba shika mana basa turari bana bash. Ora mana haturari bibiyada bash. Haturari bibiyada mana hash. Hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. Message we shared last night. Let us turn to 1 Corinthians chapter 1 verse 22 and 23. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച വേദഭാഗത്തിന്റെ തുടർമാനമായി ഈ രാത്രിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത നമുക്ക് കൊണ്ടുപോകാം. 1 Corinthians chapter 1 verse 22 and 23. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. I hope you remember that our main scripture for the whole week is, "Come out, my spouse, from the mountains of Lebanon." നമുക്ക് ഈ ആഴ്ച മുഴുവനും ചിന്തയ്ക്കായി സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാന വാക്യം എന്നുള്ളത് ഉത്തമഗീതത്തിൽ നിന്നാണ്. കാന്തേ, ലബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക എന്ന ചിന്ത. So 1 Corinthians chapter 1 verse 22-23. ആകയാൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുന്നു. For the Jews require a sign and the Greeks seek after wisdom. What we preach, Christ crucified, unto the Jews a stumbling block, and unto the Greeks foolishness. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടച്ചയും ജാതികൾക്ക് ബോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for your presence. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Speak to me and all my friends tonight. ഇന്ന് രാത്രിയിൽ എന്നോടും കടന്നു വന്ന ഞങ്ങളുടെ സ്നേഹിതരോടും സ്വർഗത്തിലുള്ള ദൈവം സംസാരിക്കണമേ. I speak to the demonic forces, satanic forces, in the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികളോട്, ദുഷ്ടാത്മ ലോകത്തോടെ ഞാൻ സംസാരിക്കുന്നു. I bind you in the name of Jesus Christ and I neutralize your power and paralyze your effect. നിന്നെ ഞാൻ ബന്ധിക്കുന്നു, നിന്റെ ശക്തിയെ അഫലപ്പെടുത്തുന്നു, നിന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബലഹീനപ്പെടുത്തുന്നു. Father, open the hearts of everyone to receive your word. പിതാവേ, അങ്ങയുടെ വചനം ശ്രദ്ധിക്കേണ്ടതിന്, ഉൾക്കൊള്ളേണ്ടതിന് ഈ ജനത്തിന്റെ എല്ലാവരുടെയും ഹൃദയം അങ്ങ് തുറക്കണമേ. In Jesus' name. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Here Paul specifically says, we preach Christ crucified. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്ന ആശയം, ചിന്ത, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. Here the subject is not saying that I'm speaking about the cross of Jesus. താൻ പറയുന്നത് ഞാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുന്നു എന്നല്ല, but I'm preaching about crucified Christ. ഞാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. Here he says the Jews require a sign and the Greeks seek after wisdom. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. We are living in a time many great people using wisdom in winning souls. ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി ജ്ഞാനം അനവധി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. And also we are living in a time many people use healing as a method to win souls.
ആത്മാക്കളെ ആദായപ്പെടുത്തുന്നതിന് രോഗശാന്തി ഒരു മാധ്യമമായി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുകയാണ്. But in the word of God, we do not find even a single word to support that claim. അങ്ങനെയുള്ള അവകാശവാദങ്ങളെ താങ്ങുന്നതായ ഒരു പദപ്രയോഗവും വാക്യവും നമുക്ക് വേദപുസ്തകത്തിൽ ലഭിക്കത്തില്ല. Jesus Christ never said, heal the sick and then preach the word of God to them. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല രോഗിയെ സൗഖ്യമാക്കി അവനോട് സുവിശേഷം പ്രസംഗിക്കുക എന്ന്. Jesus Christ never told us to use the door of the sick people to preach the gospel. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല രോഗികളുടെ വീട്ടിൽ ചെന്ന് അവന്റെ വാതിൽ മുട്ടി അവൻ use sick people as a method to open the രോഗികളെ കൊണ്ടുവന്നിട്ട് അതുവഴി സുവിശേഷ പ്രസംഗത്തിന് ഒരു വാതിൽ തുറന്നു കിട്ടത്തക്ക നിലയിൽ ഒരു പ്രസ്താവനയും കർത്താവ് നടത്തിയിട്ടില്ല. First century saints did not preach healing at all. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭയെ നോക്കിയാൽ അവർ ഒരു നിലയിലും രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. Peter stood up did not preach healing. പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിച്ചപ്പോൾ രോഗശാന്തി പ്രസംഗിച്ചില്ല. He preached about their sin and they were convicted of their sins. അവരുടെ പാപത്തെ അവൻ വിളിച്ചറിയിച്ചു, ആ പാപത്തെ കുറിച്ച് അവർക്ക് ബോധം വരുത്തി. We read about the preaching of Stephen. He did not use healing method. സ്തെഫാനോസിന്റെ പ്രസംഗം നാം വായിക്കുന്നുണ്ട്. എന്നാൽ സ്തെഫാനോസ് രോഗശാന്തി ഒരു മാധ്യമമായി സുവിശേഷീകരണത്തിന് ഉപയോഗിച്ചില്ല. He also preached about their sin. അവനും അവരുടെ പാപത്തെ വിരൽ ചൂണ്ടി സംസാരിച്ചു. We read people brought their sick people and laid them on the streets. നാം വായിക്കുന്നത് ജനങ്ങൾ അവരുടെ രോഗികളെ കൊണ്ടുവന്നിട്ട് വഴിത്തലക്കിൽ കിടത്തുക പതിവായിരുന്നു എന്ന്. They were not bringing the sick people into the hall or in the place where Peter or apostles were preaching. അപ്പോസ്തലന്മാരുടെ പ്രസംഗ ഇടത്തേക്കോ അവരുടെ പ്രസംഗ പീഠങ്ങളിലേക്കോ ഹാളിലേക്കോ ഒന്നും രോഗികളെ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതായിട്ട് വായിക്കുന്നില്ല. All healthy people were sitting inside and listening the word of God. ആരോഗ്യമുള്ളവർ എല്ലാവരും അകത്തിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുകയായിരുന്നു. And the sick people were laid on the street. ആ രോഗികളെ വഴിത്തലക്കൽ കിടത്തുകയും ചെയ്തിരുന്നു. And John and Peter is not preaching to them, you believe in Jesus then I'll heal you. ആ യോഹന്നാനോ പത്രോസോ ഒരിക്കലും പ്രസംഗിച്ചില്ല, നീ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്ന്. He will not say if you believe in Jesus then I'll pray for you. നീ വിശ്വസിച്ചാൽ ഞാൻ നിന്റെ നിനക്ക് രോഗശാന്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ല. They were just walking and wherever their shadow fell, sick people were healed. അവർ പ്രസംഗത്തിന് ശേഷം നടന്നു പോകുമ്പോഴുള്ളതായ അവരുടെ നിഴലുകൾ വീണിട്ട് വഴിത്തലക്കിൽ ഇരിക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കുകയായിരുന്നു ചെയ്തത്. They were not healed through their preaching or through their prayer, but by the shadow they were healed. പ്രാർത്ഥനയുടെ മധ്യത്തിൽ വെച്ചോ പ്രസംഗത്തിന്റെ ശബ്ദം കേട്ടിട്ടോ ജനം സൗഖ്യം പ്രാപിക്കുകയല്ലായിരുന്നു, മറിച്ച് അവർ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ നിഴലുകൾ വീണപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുകയായിരുന്നു. So friends, let us not use healing as a method to reach people. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനത്തിന്റെ അടുക്കൽ സുവിശേഷവുമായി എത്തുവാനുള്ള ഒരു മാധ്യമമായി രോഗശാന്തി എന്ന് പറയുന്ന ഉപാധിയെ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് പരിശീലിക്കാം. If you come to northern India, you find in every place they will report about miraculous healings. ഉത്തരേന്ത്യയിലേക്ക് നിങ്ങൾക്ക് വന്നാൽ കേൾക്കാൻ കഴിയുന്ന കാണുവാൻ കഴിയുന്ന കാര്യം എല്ലായിടത്തും അത്ഭുത രോഗശാന്തിയുടെ വലിയ പരസ്യങ്ങളാണ്. And you can hear wherever our churches are, people witness about the miracle healing. ഉത്തരേന്ത്യയിൽ വരുമ്പോൾ ഞങ്ങളുടെ സഭകളിലുള്ള വ്യക്തികൾ അനവധി ആൾക്കാർ ആ യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ച സൗഖ്യത്തിന് സാക്ഷ്യം പറയുന്നവരെ കാണാൻ കഴിയും. Everywhere you can see people testifying about the miraculous healings of God. കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തനത്താൽ ലഭിച്ച രോഗശാന്തിയുടെ സാക്ഷ്യം പറയുവാൻ അനവധി വ്യക്തികൾ നമുക്ക് ലഭിക്കും അവിടെ. But we do not conduct healing meetings. എന്നാൽ അവിടെ ഞങ്ങൾ രോഗശാന്തിക്കുള്ളതായ യോഗം നടത്താറില്ല.
We preach the gospel. ഞങ്ങൾ അവിടെ സുവിശേഷം പ്രസംഗിക്കും. We preach about sin. ഞങ്ങൾ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കും. We preach about that Jesus Christ is the only God. യേശു കർത്താവ് മാത്രം ദൈവമെന്ന് പ്രസംഗിക്കും. And we preach that Jesus rose again from the dead. യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉത്ഥിതനായി നിങ്ങൾ പ്രസംഗിക്കും. And it is God who confirms his word through signs and miracles. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പ്രസംഗിക്കപ്പെട്ട വചനം സത്യമെന്ന് ഉറപ്പിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണ്. We do not call people, come here, bring. Why we don't say God heals the people? ഞങ്ങൾ ഒരിക്കലും പറയാറില്ല കൊണ്ടുവരിക വരൂ ജനമേ ഇവിടെ രോഗശാന്തി ലഭിക്കുമെന്ന്. എന്നാൽ വരുന്നവർക്ക് രോഗശാന്തി കൊടുക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. We have seen dead people raised. മരിച്ചവർ ഉയർക്കപ്പെട്ടത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. Even one sister sitting here, she was dead, medically dead, and God raised her up. ഇത് ഞങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ഒരു സഹോദരി വൈദ്യശാസ്ത്ര പ്രകാരം മരിച്ചവളായിരുന്നു. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം അവളെ ഉയർപ്പിച്ചു. Both of her kidneys were totally damaged and she was dead, but God raised her up. And now she is a healthy lady. ആമേൻ. ആ സഹോദരിയുടെ 2 കിഡ്നിയും ഫെയിലായതായിരുന്നു. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാൽ രണ്ടിനും സൗഖ്യമുണ്ടായി. ഇപ്പോൾ ആരോഗ്യവതിയായി ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. She was dead. അവൾ മരിച്ചവളായിരുന്നു. Her parents were arranging for burning her body. ആ സഹോദരിയുടെ ഭൗതിക ശരീരം ബേൺ ചെയ്യുവാൻ വേണ്ടി, ദഹിപ്പിക്കുവാൻ വേണ്ടി ക്രമീകരണം ചെയ്തിരുന്നതാണ്. But God raised her up. എന്നാൽ അവളെ ദൈവം ഉയർപ്പിച്ചു. അവളെ സൗഖ്യം കൊടുത്ത് ആദരിച്ചു. So we are not making it as a publicity. അതൊരു പരസ്യമായി ഇന്ന് രാത്രി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. It is not a big thing. അതൊരു വലിയ കാര്യമല്ല. There are several cases of dead people raised. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അനവധി സംഭവങ്ങൾ പറയുവാനുണ്ട്. Even Brother Hermit was dead and God raised him up. സഹോദരൻ ഹാമി മരിച്ചവനായിരുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം അതിൽ അവനെ ഉയർപ്പിക്കുകയാണ്. So there are so many cases like that. അങ്ങനെ അനവധി സംഭവങ്ങൾ പറയുവാനുണ്ട്. So let us not run after miracles. ആകയാൽ പ്രിയമുള്ളവരെ, ഒരിക്കലും അത്ഭുതത്തിന്റെ പിൻപേ ഓടാതിരിക്കാൻ പരിശ്രമിക്കാം. Here Paul says we preach crucified Christ. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. What do you mean by that? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Let us turn to the book of Exodus chapter 12 verse 8. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാം. പുറപ്പാട് Exodus 12:8. And they shall eat the flesh in that night, roast with fire, and unleavened bread, and with bitter herbs they shall eat it. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം, കയ്പ് ചീരയോടുകൂടെ തിന്നേണം. Here we find on the day the people of Israel were delivered from Egypt, God commanded them to eat the flesh of the lamb roasted in fire. മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്ന ആ രാത്രിയോടുള്ള ബന്ധത്തിൽ സ്വർഗ്ഗത്തിൽ ദൈവം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഭക്ഷിക്കുന്ന ആട്ടിൻകുട്ടിയുടെ മാംസം തീയിൽ ചുട്ടതായിരിക്കണമെന്ന്. For them to be delivered from the destroyer, they were asked to apply the blood on the doorpost and lintel post. സംഹാരകനിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അവരോട് ദൈവം പറഞ്ഞത് കട്ടളക്കാലിന്മേലും കുറുമടിമേലും കുഞ്ഞാടിന്റെ രക്തം അടയാളമായി പുരട്ടുക എന്നുള്ളതാണ്. So those who applied the blood at the door and lintel post, they escaped the destruction caused by the destroyer. സംഹാരകനാലുള്ള സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കട്ടളക്കാലിന്മേലും കുറുമടിമേലും രക്തം പുരട്ടുവർ മാത്രമായിരുന്നു. But for the people to leave Egypt and march into the wilderness, they were commanded to eat the flesh of the lamb. എന്നാൽ അങ്ങനെ വിടുവിക്കപ്പെട്ട ദൈവമക്കൾ മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ചെങ്കടലും കടന്ന് കനാനിലേക്കുള്ള യാത്ര തുടരുവാൻ വേണ്ടി അവരോട് പറഞ്ഞത് ആ രാത്രിയിൽ തീയിൽ ചുട്ടതായ ആട്ടിൻകുട്ടിയുടെ മാംസം ഭക്ഷിക്കണമെന്നായിരുന്നു. For the protection from the destroyer, blood was enough.
സംഹാരകൻ നിന്നുള്ളതായ സംരക്ഷണത്തിന് വേണ്ടി രക്തത്തിന്റെ അടയാളം മാത്രം മതിയായിരുന്നു. But for them to leave Egypt എന്നാൽ മിസ്രയീം വിടുവാൻ വേണ്ടി and to march into the wilderness, മരുഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി it was compulsory for all of them to eat the flesh of the Paschal lamb. അവർ എല്ലാവരും നിർബന്ധമായിട്ടും പെസഹ കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ടു ഭക്ഷിക്കണമായിരുന്നു. Many people accept Jesus Christ, but they do not come out from their Egypt. അനേകരും യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കും, എന്നാൽ അവരവരുടെ മിശ്രയും ഒരിക്കലും വിടുകയില്ല. Why they are not able to leave their Egypt? എന്തുകൊണ്ടാണ് അവരുടെ മിശ്രയും വിടുവാൻ അവർക്ക് കഴിയാതെ പോകുന്നത്? They did not get an opportunity to eat the roasted flesh. അവർക്ക് പെസഹ കുഞ്ഞാടിന്റെ തീയിൽ ചുട്ട മാംസം ഭക്ഷിക്കുവാനുള്ള അവസരം ലഭിക്കായിക കൊണ്ട് അവർക്ക് പുറത്തേക്ക് വരുവാൻ കഴിയുന്നില്ല. How they should eat the flesh of the Paschal lamb? എങ്ങനെയാണ് പെസഹ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കേണ്ടത്? They should be ready to march out. അവർ വെളിയിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരുക്കപ്പെട്ടതായിരിക്കണം എന്നതിന് ശേഷമാണ്. Verse 11, 12th chapter, verse 11. 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വായിക്കുമ്പോൾ, And thus shall ye eat it with your loins girded, your shoes on your feet, and your staff in your hand, and you shall eat in haste. It is Lord's Passover. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹ ആകുന്നു. So after eating the flesh of the Paschal lamb, they cannot wait there to look for the shoe. പെസഹ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചതിന് ശേഷമായിട്ട് ചെരുപ്പന്തിയെ എന്ന് അന്വേഷിച്ച് നടക്കാനുള്ള സമയം അവർക്ക് അവിടെ ഇല്ലായിരുന്നു. After eating the flesh of the lamb, they have no time to look for the staff. പെസഹ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചതിന് ശേഷമായി കയ്യിൽ പിടിക്കുവാനുള്ള വടി എവിടെ ഇരിക്കുന്നു എന്ന് അന്വേഷിച്ച് നടക്കുവാൻ സമയമില്ലായിരുന്നു. Because after eating the flesh, he cannot stay a day there. He will have to move on. എന്തെന്നാൽ പെസഹ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചതിന് ശേഷമായി താമസിപ്പാൻ സമയമില്ല, തിടുക്കത്തോടെ യാത്ര ചെയ്യുവാനുള്ള സമയമായിരുന്നു. Why? എന്തുകൊണ്ട്? The flesh of the Paschal lamb is life. പെസഹ കുഞ്ഞാടിന്റെ മാംസം എന്ന് പറയുന്നത് ജീവനായിരുന്നു. The flesh of the Paschal lamb is life. പെസഹ കുഞ്ഞാടിന്റെ മാംസം തികച്ചും ജീവനായിരുന്നു. And after the life come into a person, he can no more lie down as a dead man. ഒരു മനുഷ്യന്റെ അകത്ത് ജീവൻ വ്യാപരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവൻ മരിച്ചവനെ പോലെ തുടരുവാൻ സാധ്യമല്ല. So brother, sister, why you are not coming out from your Egypt? ഇന്ന് രാത്രിയിൽ ആകയാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ള, ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നീ നിന്റെ മിസ്രയീമിൽ നിന്ന് വെളിയിലേക്ക് വരാത്തത്? You did not eat the flesh of the lamb. നീ പെസഹ കുഞ്ഞാടിന് മാംസം ഭക്ഷിച്ചിട്ടില്ലായതുകൊണ്ട് നിനക്ക് വെളിയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. My dear, this is not a job of persuading. Kochama come, Achayan come. No sir, this is not persuading gospel. പ്രിയമുള്ളവരെ, ഇങ്ങനെ യാചനയോടെ കൊച്ചമ്മേ ഒന്ന് വരണമേ, അച്ചായ ഒരു കൂട്ടായ്മയ്ക്കൊന്ന് വരണമേ എന്ന് യാചിക്കാനുള്ള സുവിശേഷമല്ല ഈ സുവിശേഷം. Give the word. ദൈവത്തിന്റെ വചനം കൊടുക്കുക. And when they eat the word, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുമ്പോൾ their father cannot stop them, their mother cannot stop them, their husband cannot stop them, nobody on earth can stop them. അവന്റെ പിതാവിന് അവനെ തടയുവാൻ കഴിയത്തില്ല, അവന്റെ മാതാവിന് അവനെ തടയുവാൻ കഴിയത്തില്ല, അവളുടെ ഭർത്താവിന് അവളെ തടയുവാൻ കഴിയത്തില്ല, ഭാര്യയ്ക്ക് തടയുവാൻ കഴിയയില്ല. No government can stop them. ഒരു സർക്കാരിനും അവൻ മുന്നോട്ട് പോകുന്നതിന് അവനെ തടയുവാൻ കഴിയയില്ല. No police can stop them. ഒരു അധികാരികൾക്കും അവനെ തടയുവാൻ കഴിയയില്ല. Because they got life in them. എന്നാൽ അവനെ അകത്തു ജീവൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. Praise the Lord. Brother, sister, we have something to give to the people of India. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭാരതത്തിലുള്ള ജനത്തിന് കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കയ്യിൽ ചിലതിനെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. It is not cement. അത് സിമന്റ് അല്ല.
It is not rice. അത് അരിയുമല്ല, It is not cloth. അത് വസ്ത്രവുമല്ല, It is not building. അത് കെട്ടിടവുമല്ല, It is not hospital. അത് ആശുപത്രിയുമല്ല, It is not blankets. അത് പുറപ്പുമല്ല, But it is the living word. മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ഈ ജനത്തിന് കൊടുപ്പാനുള്ളത്. Friends of Kerala, come forward to give the living word to the people of Kerala. കേരളത്തിലെ പ്രിയ സ്നേഹിതരെ, കേരളത്തിലെ ജനതയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കൊടുക്കുവാൻ തക്കവണ്ണം നീ മുന്നോട്ട് വരിക. That word is a living word. ആ വചനം ജീവനുള്ള വചനമാണ്. Praise the Lord. Praise the Lord. Pastor, what is in your hand? കർത്താവിന്റെ ദാസനെ, നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? Elders, what is in your hand? മൂപ്പന്മാരെ, എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്? Organization leaders, what is in your hand? നേതാക്കന്മാരെ, സംഘാടകരെ, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ്? Do you have the roasted flesh of the Paschal lamb? പെസഹ കുഞ്ഞാടിന്റെ തീയിൽ ചുട്ടതായ മാംസം നിന്റെ കയ്യിൽ ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നുവോ കൊടുക്കുവാൻ തക്കവണ്ണം? Paul says, we preach crucified Christ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. What do you mean by flesh roasted in fire? തീയിൽ ചുട്ടെടുത്തതായ മാംസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? See, when you roast the flesh in the fire, all the fat burns down. മാംസം തീയിൽ ചുട്ടാൽ അതിന്റെ കൊഴുപ്പ് മേധസ് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. All the fat should be offered to the Lord. മേധസ് മുഴുവനും ദൈവത്തിന് അർപ്പിക്കണം. The glory of the ministry, the glory and credit of everything should go to God. മഹത്വവും പുകഴ്ചയും മുഴുവനും ദൈവത്തിങ്കിലേക്ക് പോകണം. For the people of Israel, it was a commandment that they should never eat fat. ഇസ്രായേൽ ജനത്തോടുള്ള ഒരു കൽപ്പനയായിരുന്നു മേധസ് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്. That should be offered to the Lord. അത് ദൈവത്തിന് കൊടുക്കണം. Pastors, Praise let the us Lord. not take the credit for the ministry what God does through us. പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, ദൈവം നമ്മിൽ കൂടെ ചെയ്യുന്നതായ ശുശ്രൂഷയുടെ മഹത്വം ഒരിക്കലും നാം എടുക്കാൻ ഇടയാകാതെ ഇരിക്കട്ടെ. Let all the glory and honor to be given to the only worthy person, that is God. ദൈവം സകല പുകഴ്ചകൾക്കും മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ അവന്റെ പാദത്തിങ്കൽ തന്നെ നമ്മുടെ എല്ലാ സ്തുതികളും പുകഴ്ചകളും ചെന്ന് നിൽക്കട്ടെ. And then this flesh is to be eaten with bitter herbs. ഈ മാംസം ഭക്ഷിക്കേണ്ടത് അതിനുശേഷമായിട്ട് കയ്പു ചീരയോടുകൂടിയാണ്. This flesh is not to be eaten with butter and jam. ഈ മാംസം ഭക്ഷിക്കേണ്ടത് ഈ നെയ് കൂട്ടിയോ മധുരമുള്ള ജാം കൂട്ടിയോ അല്ല. It should be eaten with bitter herbs. കയ്പു ചീരയോടുകൂടെ ഭക്ഷിക്കണം. If the poison of sin has to go out, you should eat it with bitter herbs. പാപത്തിന്റെ വിഷാംശം നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഇത് കയ്പു ചീരയോടുകൂടെ ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. Now these days people do not present Christ with bitter herbs. കയ്പു ചീരയോടുകൂടെയുള്ള അനുഭവത്തിലുള്ള യേശുവിനെ ഈ നാളിൽ ആരും പ്രസന്റ് ചെയ്യാറില്ല. Let us turn to 2 Corinthians chapter 11 verse 2 to 4. 2 കൊരിന്ത്യർ 11:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം. 2 Corinthians chapter 11 verse 2 to 4. 2 കൊരിന്ത്യർ 11:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. For I am jealous over you with godly jealousy, for I have espoused you to one husband, that I may present you as a chaste virgin to Christ.
but I fear lest by any means, as the serpent beguiled Eve through his subtlety, so your mind should be corrupted from the simplicity that is in Christ. For if he that cometh preacheth another Jesus, whom we have not preached, or if ye receive another spirit which ye have not received, or another gospel which ye have not accepted, ye might well bear with him. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. Here we read about another Jesus, another spirit, another gospel. ഇവിടെ നാം വായിക്കുന്നു മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്. Another Jesus, another spirit, another gospel. വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. Again turn to Galatians chapter 1 verse 6 to 8. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള 6 to 8. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. Galatians 1 6 to 8. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. I marvel that you are so soon removed from him that called you into the grace of Christ unto another gospel, which is not another, but there be some that trouble you and would pervert the gospel of Christ. But though we or an angel from heaven preach any other gospel unto you, that which you have not preached unto you, let him be accursed. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. Here we find even in the first century also, people began to preach another Jesus, another gospel, another spirit. 1-ാം നൂറ്റാണ്ടിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു, മറ്റൊരാത്മാവ് ഇവയെ പ്രസംഗിക്കുന്നവരെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. What is this? എന്താണത്? Paul says, I preach crucified Christ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന്. That means a person who follow Christ, he'll have to walk the way of Jesus. അതിന്റെ അർത്ഥം യേശു കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ, Accept the person who accepted Jesus. യേശു കർത്താവിനെ സ്വീകരിച്ച ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തു പോയ പാതയിൽ കൂടെ പോകണമെന്നുള്ളതാണ്. What do you mean by crucified Christ? ക്രൂശിതനായ ക്രിസ്തു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Forsaken by all people. സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവൻ, even forsaken by own beloved disciple. തന്റെ തന്നെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാൽ തിരസ്കരിക്കപ്പെട്ടവൻ, all alone carrying his own cross, താനായി തന്നെ തന്റെ ക്രൂശ് ചുമക്കുന്നവൻ, and hanging on 3 nails, 3 ആണികളിന്മേൽ തൂങ്ങിക്കിടക്കുന്നവൻ, having no clothes on him, അവനായി തന്നെ വസ്ത്രമില്ലാത്തവൻ. and when he wanted to drink a cup of water, there is not a single person to give him a cup of water. ദാഹം ശമിപ്പിപ്പാൻ ഒരു കപ്പ് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അത് ലഭിക്കാത്തവൻ. We know Jesus ministered only 3.5 years on this earth. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ 3.5 വർഷം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. In the beginning there were plenty of people following him. യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് അനവധി ആൾക്കാർ അവനെ പിൻപറ്റിയിരുന്നു. But later on he began to speak about the kingdom of God. ശേഷമായി കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ ആരംഭിച്ചു. Then people began to leave him. പിന്നീട് ജനം അവനെ വിട്ടു പോകുവാനും തുടങ്ങി. And then one day Jesus asked his disciple,
ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പിന്നീട് ചോദിച്ചു, why you also don't leave us? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടുപോകുന്നില്ല? Then they said, we in you we have the words of life. അപ്പോൾ അവർ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. The people who came for healing left. രോഗശാന്തിക്ക് വേണ്ടി വന്ന ജനം വിട്ടുപോയി. People who came to see the miracles left. അത്ഭുതം കാണാൻ വന്ന ജനങ്ങൾ വിട്ടുപോയി. The people who want to eat the blessed bread left. വാഴ്ത്തപ്പെട്ട ഭക്ഷണം കഴിപ്പാൻ വന്നവർ വിട്ടുപോയി. Only a few disciples were left. വളരെ ചുരുക്കമായ ശിഷ്യന്മാർ മാത്രം ശേഷിച്ചു. But finally they also left here. അവസാനമായി അവരും അവനെ വിട്ടുപോയി. All alone carrying the cross. ശ്രദ്ധിച്ചാൽ അവൻ തനിയായി തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നതായി കാണാൻ കഴിയുന്നു. Peter and Paul used to present that Jesus. പത്രോസും പൗലോസും വെളിപ്പെടുത്തി യേശു ക്രിസ്തു ഈ നിലയിലുള്ളവനായിരുന്നു. And they did not preach a blessing Christ. അവർ അനുഗ്രഹിക്കുന്ന കർത്താവിനെ അല്ല പ്രസംഗിച്ചത്. They said if you follow Jesus people will turn against you. അവർ പറഞ്ഞു, നീ യേശുവിനെ പ്രസംഗിച്ചാൽ ജനം നിനക്കെതിരെ വരും. Whatever you have you will have to leave. നിനക്കെന്തുണ്ടെങ്കിലും അവയെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വരും. Whatever you have in the world that will be taken away. ലോകത്തിൽ നിങ്ങൾക്കുള്ളത് മുഴുവനും അപഹരിക്കപ്പെടും. They preached that gospel. അവർ ആ സുവിശേഷം പ്രസംഗിച്ചു. But today what we hear? എന്നാൽ ഇന്ന് നാം എന്താ കേൾക്കുന്നത്? Blessing Christ. അനുഗ്രഹിക്കുന്ന കർത്താവ്, Healing Christ. സൗഖ്യദായകനായ കർത്താവ്. People, preachers whip up the emotion of people and preach and present Christ. ജനത്തിന്റെ വൈകാരിക തലത്തിൽ തൊട്ട് അതിനെ ഉണർത്തിയിട്ട് യേശുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗകന്മാർ. Give Jesus with butter and jam. എന്ത് ചെയ്യുന്നു? ബട്ടറും ജാമും ചേർത്ത് യേശുവിനെ കൊടുക്കുക. Jesus is not to be presented with butter and jam, but to be presented with bitter herbs. പ്രിയമുള്ളവരെ, ബട്ടറും ജാമും ചേർത്ത് കൊടുക്കേണ്ടിയ ഒരാളല്ല കർത്താവ് ഈശോ മശിഹ. അവനെ കയ്പു ചീരയോട് കൂടെ പ്രസന്റ് ചെയ്യപ്പെടേണ്ടതാണ്. Many people come to the Lord for healing. അനേകർ കർത്താവിന്റെ അടുക്കൽ സൗഖ്യത്തിന് വരെ വരാറുണ്ട്. Now if I stand here and I say, Joseph, your stomach pain will be healed now. ഞാൻ ഇവിടെ നിന്നുകൊണ്ട്, യോസഫേ, ഇപ്പോൾ നിന്റെ വയറ്റുവേദന മാറിപ്പോകും എന്ന് പറഞ്ഞാൽ your Joseph will be very happy. യോസഫിന് എന്നെ സന്തോഷമായിരിക്കും അറിയാം. Oh, I was suffering with stomach pain. The servant of God called my name and prayed, oh, I'm going to be healed. യോസഫിന്റെ സന്തോഷം ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഞാൻ എന്തൊരു വയറ്റുവേദനയാൽ ഭാരപ്പെട്ട ഇവിടെ വന്നത്. കർത്താവിന്റെ ദാസൻ എന്റെ പേര് പറഞ്ഞു, നിനക്ക് വയറ്റുവേദനയാണ്, നീ ഇപ്പോൾ കർത്താവ് നിന്നെ സൗഖ്യമാക്കുമെന്ന്. യോസഫ് തുള്ളിച്ചാടാൻ തുടങ്ങി. Oh, what a great God. എന്തൊരു വലിയ കർത്താവിനെ ആശ്രയിക്കാം. Mariamma, your headache Jesus will heal. മറിയാമേ, നിന്റെ തലവേദന കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. Oh, the sister with a blue sari, your name is Mariamma, you are going to be healed. ആ നീല സാരി ഉടുത്തിരിക്കുന്ന സഹോദരിയുടെ പേര് മറിയാമേന്നാ. മറിയാമയുടെ രോഗം ഇപ്പൊ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. When you hear that, people will all jump up and down. Oh, what a great miracle is taking place. ഈ ശബ്ദം അങ്ങോട്ട് കേൾക്കുമ്പോ എന്തോ തുള്ളിച്ചാട്ടമാണെന്നറിയോ, ഇവിടെ ഇളകി മറിയും. And people say, when my name will come. ഇപ്പം പ്രതീക്ഷയോടിരിക്കുക, എന്റെ പേരെപ്പോഴാ വിളിക്കുന്നത്. But if Peter stands here, what he will say? എന്നാൽ പത്രോസ് നിൽക്കുകയാണെങ്കിൽ എന്താണ് താൻ ചെയ്യാൻ പോകുന്നത്? If Peter stand, what he will say? പത്രോസ് ഈ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നു? Joseph, the thief, confess your sin. യോസഫേ, എടാ കള്ള, പാപം ഏറ്റുപറക എന്ന് പറയും. Then how many of you will be happy? എത്ര പേർക്ക് സന്തോഷം വരും? എത്ര പേർക്ക് സന്തോഷം വരും? Then what he will say? എന്തോ നിങ്ങൾ മറുപടി പറയും. Not my name, not my name. ആ യോസഫ് വേറെ ആരാണ്ട, ഞാനല്ല, എന്റെ പേരുമല്ല വിളിച്ച്. Not my name. എന്റെ പേരല്ല, വേറെ ഏതോ യോസഫാ. How much we have perverted the gospel. സുവിശേഷത്തെ എത്രത്തോളം നാം മറിച്ചു കളഞ്ഞിരിക്കുന്നു. That is another spirit. അത് മറ്റൊരാത്മാവിന്റെ പരിവർത്തനമാണ്. That is another gospel. അത് മറ്റൊരു സുവിശേഷമാണ്.
That Christ is another Christ. ആ ക്രിസ്തു വേറൊരു ക്രിസ്തുവാണ്. I am preaching the true undiluted word of God. ഞാൻ ഇന്ന് രാത്രിയിൽ മായം ചേർക്കാത്ത ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. ആമേൻ. I challenge you to question me whether I am preaching right or wrong. ഞാൻ പ്രസംഗിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിപ്പാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. What Kerala needs today? ഇന്ന് കേരളത്തിന് ആവശ്യം എന്താണ്? What India needs today? ഭാരതത്തിന് ആവശ്യം എന്താണ്? Not a blessing Christ, not a healing Christ, but crucified, forsaken Christ. അനുഗ്രഹിക്കുന്ന കർത്താവിനെയല്ല, സൗഖ്യം നൽകുന്ന കർത്താവിനെയല്ല, മറിച്ച് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, കൈപ്പിന്റെ അനുഭവം വഹിച്ച ക്രിസ്തുവിനെയാണ് വേണ്ടത്. When people accept that Jesus, their sin, the bitterness will go away and they never will turn back to the world. അങ്ങനെ അവർ കർത്താവിനെ സ്വീകരിച്ചാൽ പാപത്തിന്റെ കയ്പ് അവരിൽ നിന്ന് വിട്ടുമാറി അതിനുശേഷം ഒരിക്കലും അവർ പഴയ അനുഭവത്തിലേക്ക് തിരികെ പോകുകയില്ല. Nobody on earth can take them away from Christ. അവരെ കർത്താവിൽ നിന്ന് അകറ്റുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും പിന്നെ കഴിയുകയില്ല. So beloved, let us preach crucified Christ. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാം. Think about a leper. ഒരു കുഷ്ഠരോഗിയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. I'm standing here and preaching. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. Oh leper, your father has forsaken you. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയാണ്, കുഷ്ഠരോഗിയായ സഹോദര, നിന്റെ പിതാവ് നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. Your mother forsaken you. നിന്റെ മാതാവ് നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. Your wife has forsaken you. നിന്റെ ഭാര്യയെ നിന്നെ തള്ളി. Your children also forsaken you. നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. Your leaders have forsaken you. നിന്റെ നേതാക്കന്മാരും നിന്നെ കൈവിട്ടു. But here loving Jesus God. ഇവിടെ ഇതാ നിന്നെ സ്നേഹിക്കുന്ന യേശു കർത്താവ് നിൽക്കുന്നു. He loves you. അവൻ നിന്നെ സ്നേഹിക്കുന്നു. If you want to be healed, just lift up your hand. നിനക്ക് സൗഖ്യം വേണമെങ്കിൽ നിന്റെ കൈ ഉയർത്ത്. Accept him. യേശുവിനെ സ്വീകരിക്ക്. Then what he will do? അവൻ എന്ത് ചെയ്യും? With both the hands he will lift up his hand. നിശ്ചയമായും രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കും. But that word can be preached in another way. അത് മറ്റൊരു രീതിയിലും പ്രസംഗിക്കാൻ പ്രിയമുള്ളവരെ. Leper, why you had to leave your house? കുഷ്ഠരോഗിയെ, നിനക്ക് എന്തുകൊണ്ട് നിന്റെ വീട് വിടേണ്ടി വന്നു? Why people forsaken you? എന്തുകൊണ്ട് ജനം നിന്നെ ഉപേക്ഷിച്ചു? Why you became an outcast? നീ എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടവനായി തീർന്നു? It is the sin leprosy that taken you out. നിന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നത് പാപത്തിന്റെ കുഷ്ഠമാകുന്നു. Do you want to repent? നിനക്ക് മനസ്സന്തരപ്പെടാൻ താല്പര്യമുണ്ടോ? Then who will raise hand? അപ്പോൾ ആര് കൈ ഉയർത്തും? A leper, if he want to repent of his sin, will lift up your hand. പാപമേറ്റു പറഞ്ഞ് അനുദപിപ്പാൻ താല്പര്യമുള്ള കുഷ്ഠരോഗി നിശ്ചയമായും കരമുയർത്തും. Brothers, sisters, by preaching another Christ, we are deceiving people of India. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, മറ്റൊരു സുവിശേഷവും മറ്റൊരു ക്രിസ്തുവിനെയും പ്രസംഗിക്കുക വഴി ഭാരതത്തിലെ ജനത്തെ നാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. India doesn't need a blessing Christ or a healing Christ. India wants a crucified Christ. ഭാരതത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് അനുഗ്രഹിക്കുന്ന കർത്താവിനെയോ സൗഖ്യം നൽകുന്ന കർത്താവിനെയോ അല്ല, മറിച്ച് പാപം മോചിക്കുന്ന കൈപ്പിന്റെ അനുഭവമുള്ള കർത്താവിനെ അത്രേ. We are all from in different stages financially. നാം എല്ലാവരും സാമ്പത്തികമായി ഒരേ നിലയിലുള്ള വ്യത്യസ്തതകളുള്ളവരാണ്. Some are good financially sound.
ചിലരൊക്കെ സാമ്പത്തികമായി നല്ല നിലവാരമുള്ളവരാണ്. Some are very middle life. ചിലര് ഇതിന്റെ മധ്യത്തിലാണ്, ഇടത്തരക്കാരാണ്. Some are very poor. ചിലരെ വളരെ ദാരിദ്ര്യ രീതിയിൽ പോകുന്നവരുണ്ട്. So there is a good Samaritan spirit. Let the poor be lifted up. നല്ല ശമരിയക്കാരന്റെ മനസ്സങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ള ഈ ദരിദ്രൻ ഒന്ന് ഉയർത്തപ്പെട്ടാൽ കൊള്ളായിരുന്നു. All the Achayanmar from Gulf and America will help that poor man to have a good house and stay. ഈ ദരിദ്രനെ ഉയർത്തിയെടുക്കാൻ ഗൾഫിലും അമേരിക്കയിലുള്ള അച്ചായന്മാരെല്ലാം കൂടെ കൂടി ഒരു പദ്ധതി തയ്യാറാക്കി അദ്ദേഹത്തിന് ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് ഇദ്ദേഹത്തെ അങ്ങ് ഉയർത്തും. Then other people also see he got a house. Why also I should not accept Jesus Christ so that I can get a house? അപ്പോഴല്ലേ അടുത്ത് നിൽക്കുന്ന ഒരു പുള്ളിക്കാരൻ ഇത് കണ്ടോണ്ട് ചോദിക്കുക, നോക്കിക്കേ അവനൊരു നല്ല വീട് കിട്ടി, പിന്നെ ഞാനിനി എന്തിനാ കർത്താവിനെ സേവിക്കാതിരിക്കേണ്ടത്, ഞാനും പോകാം, എനിക്കൊന്നും കിട്ടും. So like that tears have come. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ കളകൾ ഇങ്ങനെ അകത്ത് വന്നുകൊണ്ടിരിക്കുക. Then you say you preach about Christ and that brother is living in coming in a car and this brother coming in a scooter and I come on my food. What is this? ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കർത്താവിനെ ഇങ്ങനെ പ്രസംഗിക്കുന്നു, നോക്കിക്കേ ഒരുത്തൻ കാറിലാണ് വന്നിരിക്കുന്നത്, മറ്റവൻ സ്കൂട്ടറെ വന്നു, ഞാൻ നടന്ന് ക്ഷീണിച്ച് വന്ന് കയറിയിരിക്കുക. Friends, the reward for following Jesus Christ is not on this earth. പ്രിയമുള്ളവരെ, കർത്താവിനെ പിൻപറ്റുന്നതിന്റെ പ്രതിഫലം ഈ ലോകത്തിൽ വെച്ച് ലഭിക്കുന്നതല്ല എന്ന കാര്യം മറന്നു പോകരുത്. All the material blessing of this earth will be destroyed one day. ഈ ലോകത്തിന്റെ ഭൗതികമായിരിക്കുന്ന സകല ധനശ്രേഷ്ഠതകളും നോക്കിക്കേ അവനൊരു നല്ല വീട് കിട്ടി, പിന്നെ ഞാനിനി എന്തിനാ കർത്താവിനെ സേവിക്കാതിരിക്കേണ്ടത്, ഞാനും പോകാം, എനിക്കൊന്നും കിട്ടും. So like that tears have come. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ കളകൾ ഇങ്ങനെ അകത്ത് വന്നുകൊണ്ടിരിക്കുക. Then you say you preach about Christ and that brother is living in coming in a car and this brother coming in a scooter and I come on my food. What is this? ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കർത്താവിനെ ഇങ്ങനെ പ്രസംഗിക്കുന്നു, നോക്കിക്കേ ഒരുത്തൻ കാറിലാണ് വന്നിരിക്കുന്നത്, മറ്റവൻ സ്കൂട്ടറെ വന്നു, ഞാൻ നടന്ന് ക്ഷീണിച്ച് വന്ന് കയറിയിരിക്കുക. Friends, the reward for following Jesus Christ is not on this earth. പ്രിയമുള്ളവരെ, കർത്താവിനെ പിൻപറ്റുന്നതിന്റെ പ്രതിഫലം ഈ ലോകത്തിൽ വെച്ച് ലഭിക്കുന്നതല്ല എന്ന കാര്യം മറന്നു പോകരുത്. All the material blessing of this earth will be destroyed one day. ഈ ലോകത്തിന്റെ ഭൗതികമായിരിക്കുന്ന സകല ധനശ്രേഷ്ഠതകളും ഒരിക്കൽ ഇല്ലായ്മയായി പോകും. God has arranged a new heaven and a earth, New Jerusalem, where you will be equal in all status. ദൈവം സ്വർഗത്തിൽ നിനക്കായി പുതിയ യെരൂശലേം എന്നൊരു വിശുദ്ധ നഗരം എല്ലാവിധമായ മഹത്വപൂർണമായി നീ പാർക്കുവാൻ നിനക്ക് നൽകുവാൻ നിർമ്മിച്ചിരിക്കുന്നു. Now God wants you to be a witness in whatever state you are. നിന്നെ ദൈവമാക്കിയിരിക്കുന്ന പശ്ചാത്തലം എന്തോ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവന് സാക്ഷ്യം തികയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. God has made some of you rich people. നിങ്ങളിൽ ചിലരെ ധനികരായി നിലനിർത്തിയിട്ടുണ്ടായിരിക്കാം. God has made you a custodian of your riches. ആ ലഭിക്കപ്പെട്ട ധനത്തിന്റെ ഉത്തരവാദിയായി മാത്രം, അതിനെ സൂക്ഷിക്കുന്നവനായി മാത്രം ദൈവം നിന്നെ ആക്കിയിരിക്കുന്നു. And with that wealth you can be a witness among the wealthy people. ആ സമ്പന്നത മുഖാന്തരമായി നിനക്ക് സമാനരായ വ്യക്തികളോട് യേശുവിനെ പറയാൻ ഒരു അവസരം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നു. Some of you are medium level. നിങ്ങളിൽ ചിലർ ഇടത്തരക്കാരായിട്ടുള്ളവരുണ്ട്. God has placed you there so that you may be a witness to the people of that level. അങ്ങനെ ഇടത്തരക്കാരായവരുടെ ഇടയിൽ യേശുവിന്റെ സാക്ഷ്യം തികയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. You may be a very poor man. നീ തികച്ചും ദരിദ്രനായ ഒരു മനുഷ്യനായിരിക്കാം. You may not have a place to lay your head. നിന്റെ തലചായ്പാൻ നിനക്കൊരു ഇടമില്ലായിരിക്കാം. You may be sleeping under a tree. നീ മരത്തിൻ തണലിൽ വിശ്രമിക്കുന്നവനായിരിക്കാം. You may be sleeping under a dry bridge. നീ ഉണങ്ങിയ മരത്തിൽ
bridge. ഒരു പാലത്തിന്റെ കീഴിൽ വിശ്രമിക്കുന്നവനായിരിക്കാം. Where there is no river, where is no water, you may be sleeping under a bridge. വെള്ളമില്ലാത്ത സമയത്ത് ചിലപ്പോൾ നദിയുടെ ആ ഉണങ്ങിയ നിലത്ത് ആ പാലത്തിന്റെ കീഴിൽ കിടക്കുന്നവനായിരിക്കും നീ ചിലപ്പോൾ. Wherever you are, നീ എവിടെ തന്നെ ആയിരുന്നാലും our master's plan is not to bless you materially. ഭൗതികമായി നിന്നെ അനുഗ്രഹിക്കുക എന്നല്ല നമ്മുടെ നാഥന്റെ ലക്ഷ്യം എന്നറിയേണ്ടിയിരിക്കുന്നു. To deliver you from the clutches of sin. പാപത്തിന്റെ അനാഥതയിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുക്കേണ്ടതിന് വേണ്ടി. And to take you to the eternal home. നിത്യഭവനത്തിലേക്ക് നിന്നെ ചേർക്കേണ്ടതിന് വേണ്ടി. He has come. അവൻ കടന്നു വന്നത്. He has not come to heal you. സൗഖ്യം നൽകുവാൻ വന്നവനല്ല. He has not come to bless you materially. അവൻ ഭൗതികമായി നിന്നെ അനുഗ്രഹിക്കാൻ വന്നവനല്ല. People of other religion, other place, they go here and there to get materially blessed. മറ്റു മതസ്ഥരായ ആൾക്കാർ അനുഗ്രഹം പ്രാപിപ്പാൻ പലയിടങ്ങളിൽ പോയെന്നിരിക്കാം. But for you and me, our blessing is yet to come. പ്രിയമുള്ളവരെ, നമുക്ക് നിനക്കും എനിക്കുമുള്ള അനുഗ്രഹം വരുവാൻ ഇരിക്കുന്നതേയുള്ളൂ. Praise the Lord. Brother, sister, this is not the time to pray for a house, not time to pray for money. Lord, make me a firm witness in this situation. പണത്തിന് വേണ്ടിയോ ഭവനങ്ങൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുവാനുള്ള സമയമല്ല, മറിച്ച് കർത്താവേ, ഈ സാഹചര്യത്തിൽ നിന്റെ ഉറച്ച സാക്ഷിയായി ധീരസാക്ഷിയായി എന്നെ നിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനുള്ള സമയമാണ്. That is the true gospel. അതാണ് യഥാർത്ഥ സുവിശേഷം. What Jesus gave us, what commandment Jesus given us. കർത്താവ് നമുക്ക് എന്ത് കൽപ്പനയാണ് നൽകിയിരിക്കുന്നത്? Matthew chapter 28 verse 18 to 20. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 ഉള്ള വേദഭാഗങ്ങളിൽ. Matthew chapter 28 verse 18 to 20. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. And Jesus came and spake unto them, saying, All power is given unto me in heaven and in earth. Go ye therefore and teach all nations, baptizing them in the name of the Father and of the Son and of the Holy Ghost, teaching them to observe all things whatsoever I have commanded you, and lo, I am with you always, even unto the end of the world. യേശു അടുത്തു ചെന്നു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികരെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. So beloved, the command or the task entrusted to us is to make disciples. പ്രിയമുള്ളവരെ, നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അല്ലെങ്കിൽ നമ്മോട് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് യേശുവിന്റെ സുവിശേഷ നിമിത്തമായി മറ്റുള്ളവരെ കർത്താവിന്റെ ശിഷ്യന്മാരാക്കി തീർക്കുക എന്നുള്ളതാണ്. When Jesus began his ministry, he sent them 2 by 2, heal the people and preach the gospel. കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ച സമയങ്ങളിൽ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈരണ്ടായിട്ട് അയച്ചിട്ട് രോഗികളെ സൗഖ്യമാക്കുവാൻ അയച്ചു. That was just a preparation for a great work. ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടിയുള്ളതായ ആരംഭം മാത്രമായിരുന്നു, ഒരുക്കമായിരുന്നു അത്. You know, when a man want to construct a big house, first he will clean the field from all the bushes. ഒരു മനുഷ്യൻ ഒരു വലിയ വീട് വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവൻ നിശ്ചയമായും ആരംഭത്തിൽ ആ ഇടം വൃത്തിയാക്കുക. He will clean all the bushes and grass. അവിടെയുള്ള മുള്ളും പറക്കാരെയും എല്ലാം പറിച്ചു കളഞ്ഞതിനെ വൃത്തിയാക്കുന്ന പരിപാടി. And afterwards he will start digging and laying the foundation, start building up. അതിനുശേഷം മാത്രമേ അവൻ വീട് പണിയുവാനുള്ള കുഴിയെടുത്ത് കല്ലുകൾ അത്തിവാരമെടുത്ത് കല്ലുകൾ ഇടുകയുള്ളൂ. So Jesus Christ came and cleared the bush by healing sick here and there. കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് താൻ ആരംഭത്തിൽ തന്നെ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അവൻ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യായിരുന്നു. He was just clearing the bushes. അവൻ മുള്ളും പറക്കാരെയുമെല്ലാം അകറ്റി അതിനെ നിലത്തെ വൃത്തിയാക്കുകയായിരുന്നു. And he said, wait till the Holy Ghost comes. കർത്താവ് പറഞ്ഞു, ആത്മാവ് വരുവോളം നീ കാത്തിരിക്കുക. And the day of Pentecost, digging started. പെന്തിക്കോസ്ത് ദിവസത്തിൽ
കുഴിക്കുവാൻ ആരംഭിച്ചു. Foundation laid. അടിസ്ഥാനമിട്ടു. And now the ministry is not clearing the grass. Pick up beautiful qualified stones and build this temple. എന്നാൽ ഇന്ന് പകൽ രാത്രിയിൽ പറയട്ടെ പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് മുള്ളും പറക്കാരെയും പറക്കിയെടുക്കുവാനുള്ളതല്ല, മറിച്ച് വിലപ്പെട്ട കല്ലുകൾ ഈ അസ്ഥിവാരത്തിലിട്ട് ഈ കെട്ടിടത്തിന് പണി തുടരുകയാണ് വേണ്ടത്. This is not the time of clearing bushes. Go and dig out and take out stones and make them disciples. വിലപ്പെട്ട കല്ലുകൾ പറക്കിയെടുത്തിട്ട് അവയെ ശിഷ്യരാക്കി ദൈവസഭയോട് ചേർത്ത് പണിയുവാനുള്ള സമയമാണ്. അല്ലാതെ മുള്ളും പറക്കാരെയും പറക്കി നിലം വൃത്തിയാക്കാനുള്ള സമയമല്ല. How many of you understand this? ഇന്നു രാത്രി ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്? This is not the time of grass cutting. മുള്ളുകെട്ട് വൃത്തിയാക്കുവാൻ വെട്ടിക്കളയുവാനുള്ള സമയം അല്ല. But the power of the Holy Ghost, go to the chosen people, cut them and take them by authority and bring them to the body of Christ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ അടുക്കലേക്ക് ചെന്ന് ആത്മാവിനെ വാളിനാൽ വെട്ടിയെടുത്ത് അവരെ ദൈവസഭയുടെ അംഗങ്ങളായി ചേർത്ത് പണിയുവാനുള്ള സമയം. Why Satan is interfering in the ministry? എന്തുകൊണ്ടാ പിശാച് ഈ ക്രൈസ്തവ ശുശ്രൂഷയിൽ കയറി എങ്ങനെ ഇടപെടുന്നത്? Why he brings healing? അവൻ എന്തുകൊണ്ടാ പ്രധാന വിഷയമായി സൗഖ്യത്തെ കൊണ്ടുവരുന്നത്? I say again, why Satan bringing healing? ഞാൻ വീണ്ടും പറയട്ടെ, എന്തിനാ സൗഖ്യം രോഗശാന്തി എന്ന വിഷയം പിശാച് കൊണ്ടുവരുന്നത്? You may think healing is from Christ. നമ്മൾ ചിന്തിക്കുന്നു ശരിയാ, സൗഖ്യം കർത്താവിൽ നിന്നല്ലേ വരുന്നത്. No! അല്ല. Many will come on that day and say, Lord, we heal sick people, we cast out demons. But the Lord say, I have not known you. അന്ന് അനേകർ വന്ന് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. യേശു കർത്താവ് മറുപടിയായി, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. Brother, this is the time to pick up the stones and build a church. പ്രിയമുള്ളവരെ, കല്ലുകൾ പെറുക്കി ദൈവസഭയുടെ കെട്ടുപണി നടത്തുവാനുള്ള സമയമാണിത്. Why Satan is hindering it? എന്തുകൊണ്ട് പിശാച് ഇതിനെ തടയുന്നത്? He knows when the last stone comes, Christ will come. അവനറിയാം അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ യേശു കർത്താവിന്റെ വരവാകുമെന്ന്. When the last stone comes, Christ will come. അവസാനത്തെ കല്ല് വന്നു കഴിയുമ്പോൾ അവൻ യേശുവിന്റെ വരവാകുമെന്ന് പിശാചിന് അറിയാം. Therefore, he is making the pastors and ministers busy in healing me. ആകയാൽ പിശാച് കർത്താവിന്റെ ദാസന്മാരെ ആയതുകൊണ്ട് ഈ രോഗശാന്തിയും മറ്റുമൊക്കെ പറഞ്ഞ് തിരക്കുള്ളവരായി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. How many of you will escape this deceit of Satan? പിശാചിന്റെ ഈ തന്ത്രപരമായ പ്രവർത്തനത്തെ എത്ര പേർ തിരിച്ചറിയും ഈ കാലഘട്ടങ്ങളിൽ? Tonight I challenge saints of Vadashirikara, will you come out from the deceit of Satan? വടശ്ശേരിക്കരയിലുള്ള ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഇന്നു രാത്രി ഞാൻ വെല്ലുവിളിയോട് ചോദിക്കട്ടെ, പിശാചിന്റെ തന്ത്രത്തിൽ നിന്ന് നിങ്ങളിൽ എത്ര പേർ ഇന്നു രാത്രിയിൽ വെളിയിലേക്ക് വരൂ? How many of you will say, Lord, I'll be busy in picking up stones? എത്ര പേർ ഇന്ന് രാത്രി പറയും, കർത്താവേ, ആമേൻ, ആത്മാക്കളാകുന്ന കല്ലുകളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ഇനിയുള്ള നാളുകൾ തിരക്കേറിയ അധ്വാനത്തിലായിരിക്കുമെന്ന്. When we all do the complete work, we'll hear the trumpet. നമ്മുടെ പ്രവൃത്തി തികച്ചു കഴിയുമ്പോൾ കാഹളത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കും. Our bridegroom is waiting ready. നമ്മുടെ മണവാളൻ നമുക്കായി ഒരുക്കി കാത്തിരിക്കുകയാണ്. But some more stones are hidden here and there. ഇവിടെയും അവിടെയുമായി ചില കല്ലുകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്.
Praise the Lord. How many of you say, Lord, I'll get busy in the true ministry? എത്ര പേർ ഇന്ന് രാത്രിയിൽ പറയും, കർത്താവേ, യഥാർത്ഥ ശുശ്രൂഷയിൽ ഞാൻ തിരക്കേറിയിരിക്കുകയാണെന്ന്. How many of you make a decision, Lord, I'll not waste my time in grass cutting and bush clearing. I'll be busy in picking up stones. ഇന്ന് രാത്രിയിൽ എത്ര പേർ തീരുമാനമെടുക്കും, പുല്ല് വെട്ടുന്നതിൽ, നിലം വൃത്തിയാക്കുന്നതിൽ തിരക്കായിരിക്കില്ല, ആത്മാക്കളെ നേടുന്നതിൽ, കല്ലുകൾ പറക്കി വെച്ച് ദൈവസഭയുടെ കെട്ടുപണി നടത്തുന്നതിൽ ഞാൻ ശുഷ്കാന്തിപ്പെട്ടിരിക്കുമെന്ന്. But if you bring some people through healing, they will never be ready to be cut into a nice smooth stone. രോഗശാന്തി എന്നുള്ള മാധ്യമത്തിൽ കൂടെ കുറെ പേരെ അകത്തു കൊണ്ടുവന്നാൽ അവർ ഒരിക്കൽ പോലും വെട്ടിയെടുത്ത് വൃത്തിയാക്കപ്പെട്ട കല്ലായി ദൈവസഭയുടെ കെട്ടുപണിക്ക് ഉപയോഗിക്കപ്പെടത്തില്ല. They have come to get something. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അകത്തു വന്നവരാണവർ. But this ministry is not to get something, but to leave everything. എന്തെങ്കിലും കിട്ടാനുള്ള ഒരു ശുശ്രൂഷയല്ല ഇത്, മറിച്ച് എല്ലാം ഉപേക്ഷിപ്പാനുള്ള ഒന്നാണ്. Who can become a disciple? ആർക്കൊരു ശിഷ്യനാകാൻ പറ്റും? Luke chapter 14 verse 26 to 33. ലൂക്കോസിന്റെ സുവിശേഷം Chapter 14. 14 അധ്യായം 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. Luke chapter 14 verse 26 to 33. 26 മുതൽ 33 വരെയുള്ള വാക്യം. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവനെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Beloved, this is the unchanging word of Jesus Christ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണിത്. Who can become a disciple? ആർക്ക് ഒരു ശിഷ്യനാകുവാൻ പറ്റും? When you are ready to forsake everything, even your own life, then you can become a disciple. നിങ്ങൾ എല്ലാം ഉപേക്ഷിക്കുവാൻ, നിങ്ങളുടെ ജീവനെ പോലും നിങ്ങളെ തന്നെ വെറുക്കുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കുമ്പോൾ മാത്രമേ ഒരു ശിഷ്യനാകുകയുള്ളൂ. Then now you may think, I have a car, I have a property, I have thing, what I should do. ഇപ്പൊ നിങ്ങളുടെ ചിന്ത, എനിക്ക് കാറുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം? 1 Corinthians chapter 7 verse 29 to 31. 1 Corinthians 7 അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 7 29 to 31. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. But this I say, brethren, for the time is short, it remaineth that both they that have wives be as though they had none, and they that weep as though they wept not, and they that rejoice as though they rejoice not, and they that buy as though they possess not, and they that use this world as not abusing it, for the fashion of this world passeth away. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനിയും ഭാര്യമാർ ഉള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. Here Paul says time is short. ഇവിടെ പൗലോസ് പറയുന്നത് സമയം ചുരുങ്ങിയിരിക്കുന്നു. That was about 2000 years ago. 2000 വർഷങ്ങൾക്ക് മുമ്പ്
താൻ പറഞ്ഞ പദം അങ്ങനെയാണ്. If Paul stands here, what he will say? ഈ കാലഘട്ടത്തിൽ ഇന്ന് പൗലോസ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ താൻ എന്തായിരിക്കും പറയുന്നത്? There is no more time. അദ്ദേഹം പറയും, ഇനി ഒട്ടും സമയമില്ല, No more time. ഒട്ടും ശേഷിച്ചിട്ടില്ല. Brother, if you have a car, if you have a house, think that it is not mine. God has entrusted to me. പ്രിയമുള്ളവരെ, നിനക്കൊരു വാഹനമുണ്ടെങ്കിൽ, നിനക്ക് വീടുണ്ടെങ്കിൽ, എന്ത് തന്നെ നിനക്കുണ്ടെങ്കിലും അത് എന്റേതല്ല എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നീ എത്തിച്ചേരട്ടെ. You are just a custodian of the material things. നിനക്ക് ലഭിച്ചിരിക്കുന്നതായ ഭൗതികമായിരിക്കുന്ന നന്മകളെ സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമായി നീ ഇരിക്കുന്നു. To some believers, Jesus Christ has given poverty as custodian. ചില വിശ്വാസികൾക്ക് ദാരിദ്ര്യം സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള സൂക്ഷിപ്പുകാരാക്കിയിരിക്കുകയാണത്. Do you hear me? എന്നെ കേൾക്കുന്നു? God has given you as poverty and you be a keeper of that poverty. നിനക്ക് ദാരിദ്ര്യം ഒരു സമ്പത്തായി ദൈവം നൽകിയിരിക്കുകയാണ്. നീ അതിന് സൂക്ഷിപ്പുകാരനായിരിക്കണം എന്ന് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Why? എന്തുകൊണ്ട്? When you have no food, when you have no clothes, still your face is shining with the glory of God, then other poor people will say, yes, this man has got something special. നീ ദരിദ്രനായിരിക്കുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുമ്പോൾ, നീ പട്ടിണി കിടക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കൂ. ആ പ്രകാശം കണ്ടുകൊണ്ട് അതേ ദാരിദ്ര്യ അവസ്ഥയിൽ ജീവിക്കുന്നവൻ ചോദിക്കൂ, ഇപ്പോഴും ഇവന്റെ മുഖം പ്രകാശിക്കുന്നല്ലോ, എന്താണ് ഇതിന് കാരണം? Hallelujah! Hallelujah! Poverty is a good ministry. നിശ്ചയമായും ദാരിദ്ര്യം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ചെയ്യുവാൻ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടതിന് ഉപയോഗിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് അത്. Hallelujah! Hallelujah! Think that you have no shoes, no chapel. You think you have no shoes, no chapel. No, you have no shoes. നിനക്ക് ഷൂ ഇല്ല, ചപ്പലും ഇല്ലാത്ത സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. All others have chapel. മറ്റുള്ളവർക്കൊക്കെ ചപ്പലുണ്ട്, ചെരുപ്പുണ്ട്. You walk with your barefoot. Say hallelujah, hallelujah. നീ ചെരുപ്പിടാതെയും ഷൂ ഇടാതെയും ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണെന്ന് ചിന്തിച്ചേ. And it's at midday time, the coal tar road is hot and you get heat on your feet. രാവിലെ പോയപ്പോൾ റോഡ് നല്ല തണുപ്പായിരുന്നു, അങ്ങോട്ട് കുറെ നടന്നു കഴിഞ്ഞപ്പോൾ ഉച്ച സമയമായപ്പോൾ ഈ ടാറിട്ട റോഡ് അങ്ങ് ചൂട് പിടിച്ച് മേളിലോട്ട് വരുന്നു. നീ നടക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കിക്കേ. Heat is coming up. ഇതിങ്ങനെ കാലെ കൂടെ ഏരച്ച് കയറിയല്ലേ. At that time what you will think? എന്ത് നിങ്ങൾ ചിന്തിക്കും? Oh, I am going to walk on the golden road in New Jerusalem. അപ്പോൾ നീ ചിന്തിക്കും, പുതിയ യെരൂശലേമിന്റെ സ്വർണ്ണ തെരുവീതിയിൽ കൂടെ എന്റെ ഈ പാദങ്ങൾ കൊണ്ട് ഞാൻ നടക്കുമെന്ന്. This is only for a short while. ഇതൊരു ചുരുങ്ങിയ നാളുകളിലേക്കുള്ള യാത്ര മാത്രം. Hallelujah. Hallelujah. That is witnessing the Lord. ആ നിലയിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുക. In the house of God, He is waiting for you to comfort you. നിന്നെ ആശ്വസിപ്പിപ്പാൻ പിതാവിന്റെ ഭവനത്തിൽ അവൻ നിന്നെ കാത്തിരിക്കുകയാണ്. I remember about a missionary who served God about 42 years in Africa. ആഫ്രിക്കയിൽ 42 വർഷം കർത്താവിന്റെ വേലയിലായിരുന്ന ഒരു മിഷനറിയെ എന്റെ ഓർമ്മയിൽ വരുന്നു. After 42 years, during the 42 years of ministry in Africa, his wife died, his children died, he buried all of them there. 42 വർഷത്തെ ശുശ്രൂഷയുടെ മധ്യത്തിൽ വെച്ച് തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആഫ്രിക്കയിൽ മരിച്ചു. അവരെ എല്ലാവരെയും അവിടെ അടക്കി. He became a very lean old man. മെലിഞ്ഞവനായി വാർദ്ധക്യമെത്തിയ ഒരു വ്യക്തിയായി താൻ തീർന്നു. And finally he decided to go back to New York, his own place. തന്റെ സ്വന്തം സ്ഥലമായ ന്യൂയോർക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ താൻ അവസാനം തീരുമാനിച്ചു. He picked up his small suitcase and got into a ship. അദ്ദേഹം തന്റെ ചെറിയ സൂട്ട്കേസും എടുത്തുകൊണ്ട് ഒരു കപ്പലിൽ കയറി. And instantly in that ship, the President of America came for 1 week hunting in that forest. യാദൃച്ഛികമായിട്ട്
ആ കപ്പലിൽ തന്നെ ഒരാഴ്ചത്തെ നായാട്ടിനു വേണ്ടി അമേരിക്കൻ പ്രസിഡന്റും എത്തിയിരുന്നു. When they reached New York, the president was welcomed by big band and all the people. ന്യൂയോർക്കിൽ അവർ എത്തിയപ്പോൾ പ്രസിഡന്റിനെ സ്വീകരിപ്പാൻ ഒരു വലിയ വിശാലമായ സന്നാഹം ഉണ്ടായിരുന്നു. They all went away. അവരെല്ലാവരും പോയി. And finally this old man shivering bringing up this suitcase. അവസാനമായി വിറകൈകളോട് ഈ ഷൂട്ട്കേസും എടുത്ത് വാർദ്ധക്യമായ മനുഷ്യൻ ഇറങ്ങി വരികയാണ്. You know, in the water the ship start moving up and down. നിങ്ങൾക്കറിയാമോ, വെള്ളം കപ്പൽ കിടക്കുന്ന ആ കടൽ തിര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരുന്നു. So the ship was shaking. അതുകൊണ്ട് കപ്പൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു. It is very difficult for him to cross that place. ആ സ്ഥലം കടന്നു പോകാൻ ഇദ്ദേഹത്തിന് അല്പം പ്രയാസമായിരുന്നു. He stood there. അദ്ദേഹം അവിടെ നിന്നു. Lord, I served you for 42 years and my wife and my children all died. I became very weak. There's not a single person to help me to carry this suitcase. അവിടെ നിന്നുകൊണ്ട് ഗദ്ഗതത്തോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ 42 വർഷം അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്തു. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം അവിടെ മൺമറഞ്ഞു പോയി. ശരീരം ബലഹീനമായി ഈ എന്റെ നാട്ടിൽ ഞാൻ എത്തി. എന്നെ അവിടേക്ക് കൈപിടിച്ച് നടത്തുവാൻ ആരും ഇല്ല. Then the Lord said to him, എന്നിട്ട് ശേഷം കർത്താവിനോട് പറയുകയാണ്, American president came to his home and his people received him. അമേരിക്കൻ പ്രസിഡന്റ് അവന്റെ രാജ്യത്തേക്ക് വന്നു. അവന്റെ ജനം അവനെ സ്വീകരിച്ചു. My son, when you come to your home, Amen. I will be there to receive you with all angels. എന്റെ മകനെ, നീ നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നിന്നെ സ്വീകരിപ്പാൻ സർവദൂത സഞ്ചയവുമായി ഞാൻ അവിടെ നിനക്കായി ഉണ്ടായിരിക്കും. Hallelujah. Hallelujah, Jesus. Brother, sister, the joy for your suffering, the fruit for your suffering is yet to come. എന്റെ പ്രിയ സഹോദരനെ, Be thinking about these things in the coming days. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ആ വിഷയ സംബന്ധമായ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. Let's close our eyes in prayer. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടയ്ക്കാമോ? Please do not get up and go, because Holy Spirit is going to speak to you and bless you. ആരും ഇപ്പോൾ എഴുന്നേറ്റ് അലക്ഷ്യമായി പോകരുത്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Preaching is just only part of the ministry. Holy Spirit has to give you something more. ശുശ്രൂഷയുടെ ഒരു ഭാഗം മാത്രമാണ് ദൈവത്തിന്റെ വചന സംഭാഷണം സംസാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന് നിനക്ക് ചിലത് തരുവാൻ ഇന്ന് രാത്രിയിലുണ്ട്. Pray. എല്ലാവരും പ്രാർത്ഥിക്കാം. What is your desire? നിന്റെ ആഗ്രഹം എന്താണ്? Blessing of Christ or true Christ? അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിനെയാണോ അത് യഥാർത്ഥ ക്രിസ്തുവിനെയാണോ ആവശ്യം? Do you want to be part of that building which Jesus Christ is building today? We are going to sing a song, Alpagalam Matram ee Poovile Vasam. Song number 3. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം എന്ന പാട്ട് നാം ഒരുമിച്ച് ഇപ്പോൾ ചേർന്ന് പാടുകയാണ്. Let's all stand. എല്ലാവർക്കും എഴുന്നേൽക്കാം. Why I make you to stand? Why I make you to stand? നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കാൻ ഞാൻ പറയുന്നത് എന്തിനുകൊണ്ടാണ്? When the power of God comes, it's possible you may break the chair. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കസേര ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. If you sit on the floor, then I'll not compel you to stand up. നിങ്ങൾ നിലത്തിരിക്കുകയാണെങ്കിൽ എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യകത വരുന്നില്ല. When the mighty power start coming upon you, it's possible that you may no music. അത്യന്ത ശക്തി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടം മറന്ന് അത് ചിലപ്പോൾ ഒടിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിച്ചെന്ന് വന്നേക്കാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ
അതിൻ പ്രതാപവും കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഓ ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വൽപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേറുക, നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേറുക, നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാൻ. നിൽക്കും നഗരമിൽ വീട് പോർക്കളത്തിലത്ര നാം നിൽക്കവേണ്ട, പോരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. ഓ നിൽക്കും നഗരമിൽ വീട് പോർക്കളത്തിലത്ര നാം നിൽക്കവേണ്ട, പോരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വൽപുരമാണ് നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്.